അതിതാണ് എം നരവാനയുടെ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിൻ്റെ പതിപ്പ് ചോർന്നതിൽ ഗൂഢാലോചന സംശയിച്ച് ഡൽഹി പോലീസിൻ്റെ സ്പെഷ്യൽ സെൽ പുസ്തകത്തിൻ്റെ ഹാർഡ് കോപ്പിയും രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ പ്രദർശിപ്പിച്ചതും അന്വേഷിക്കും. അതിനിടെ പുസ്തകം ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്ന് പെൻഗ്വിൻ റാൻഡം ഹൗസ് ഇന്ത്യ വ്യക്തമാക്കി. വിവരങ്ങളുമായിട്ട് ശരത് ലാലാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. ശരത്ത്, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്നത് ഈ പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്ന് പെൻഗ്വിൻ ബുക്സ് അറിയിച്ചതാണ്. അതിപ്പം പ്രസിദ്ധീകരിക്കാത്തൊരു പുസ്തകത്തിൻ്റെ രൂപത്തിൽ രാഹുൽ ഗാന്ധിയുടെ കൈവശം എങ്ങനെയാണ് എത്തിയത് എന്ന സ്വാഭാവികമായിട്ടും ചോദ്യം എല്ലാവരുടെ ഉള്ളിൽ വരും. അദ്ദേഹം അത് പാർലമെൻറ്റിന് മുന്നിൽ തന്നെയും പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു വളരെ ആത്മവിശ്വാസത്തോടെ. അപ്പോൾ ഒന്നുകിൽ പെൻഗ്വിൻ ബുക്സ് അത് വസ്തുതയല്ല പറയുന്നത്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അതെങ്ങനെയോ തെറ്റായി സംഘടിപ്പിച്ച് പ്രദർശിപ്പിച്ചതാണ്. എന്താണ് സംഭവിക്കുന്നത്? സനീഷ്, അതുതന്നെയാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് BJP ഉയർത്തിക്കൊണ്ടുവരുന്നത്. കാരണം പെൻഗ്വിൻ പുസ്തകം ഇതൊരു പ്രസിദ്ധീകരിച്ചില്ല, ഔദ്യോഗികമായിട്ട് തന്നെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. കാരണം പെൻഗ്വിൻ പുസ്തകത്തിന് ഇത് പ്രസിദ്ധീകരിക്കാൻ അനുമതി കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം നൽകിയിട്ടില്ല. ആ അനുമതിക്കായി കാത്തിരിക്കവെയാണ് ഇത്തരമൊരു പുസ്തകത്തിന്റെ പതിപ്പുമായി രാഹുൽ ഗാന്ധി രംഗത്തിറങ്ങുന്നത്. ഏതായാലും സഭയിൽ ഇത് വളരെ വലിയ കോളിളക്കം സൃഷ്ടിച്ച് ഇന്നും സഭാ നടപടികൾ തടസ്സപ്പെടുന്ന കാര്യങ്ങൾ പോവുകയും ചെയ്യുകയാണ്. ആ സമയത്താണ് ഡൽഹി പോലീസ് സ്പെഷ്യൽ ഈ പുസ്തകം സംബന്ധിച്ച് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം എങ്ങനെ രാഹുൽ ഗാന്ധിയുടെ കൈകളിലെത്തി, ആരാണ് അദ്ദേഹത്തിന്റെ കൈകളിൽ എത്തിച്ചത്, അതിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. ഇത് സംബന്ധിച്ച പെൻഗ്വിൻ പുസ്തകത്തിലെ കഴിഞ്ഞ ദിവസം അവരുടെ പ്രതിനിധികളെ വിളിച്ച് ഡൽഹി പോലീസ് സ്റ്റേറ്റ്മെന്റ് എടുത്തിരുന്നു. അതിനുശേഷമാണ് സ്പെഷ്യൽ സെൽ ഇക്കാര്യത്തിലേക്ക് അന്വേഷണമായി മുന്നോട്ട് പോകുന്നത്. അത് രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ പുസ്തകമുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ആ പുസ്തകം അദ്ദേഹം പരസ്യമായിട്ട് പാർലമെന്റിന് മുമ്പിൽ മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചതുമാണ്. ആ പേജുകളടക്കം പ്രദർശിപ്പിച്ചതുമാണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം രാഹുൽ ഗാന്ധിയെ കൈകളിൽ എത്തിച്ചത് ആര് എന്നതാണ് പോലീസ് അന്വേഷിക്കുന്നത്. കൂടുതൽ വിവാദങ്ങളിലേക്ക് പ്രശ്നം മാറുന്നു എന്ന് വേണം സനീഷ് ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ. ഇതിപ്പോൾ ഇതിനകത്ത് കൂടുതലായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ലേ ശരത്ത്? ഇതിപ്പോൾ പാർലമെന്റിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. ഇതിപ്പം ആ പുസ്തകം പബ്ലിഷ് ചെയ്യപ്പെട്ടു എന്ന് വെച്ചാൽ പുറത്തേക്ക് പരസ്യമായിട്ട് പബ്ലിഷ് ചെയ്തു എന്ന് പെൻഗ്വിൻ റാൻഡം ഹൗസ് അറിയിച്ചിട്ടില്ലെങ്കിലും അത് പ്രിന്റ് ചെയ്തിട്ടുണ്ട് എന്ന് വേണ്ടിവരും മനസ്സിലാക്കാൻ. ആ പ്രിന്റ് ചെയ്ത പുസ്തകം എങ്ങനെയോ രാഹുൽ ഗാന്ധിയുടെ കൈവശമെത്തി. അത് സ്വാഭാവികം. രാഹുൽ ഗാന്ധിയുടെ കൈവശം മാത്രമല്ല, ഇപ്പോൾ കാരവൻ മാഗസിൻ്റെ കയ്യിലും ആ പുസ്തകം എത്തിയത് വെച്ചിട്ടാണല്ലോ അവർ ആ ലേഖനം തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ സങ്കീർണവും വലിയ രാഷ്ട്രീയ പ്രശ്നവും ആവുകയാണ് ഈ സംഭവം, അല്ലേ? അതെ, സ്വാഭാവികമായിട്ടും ഈ പുസ്തക വിവാദം അവസാനിപ്പിച്ചില്ലെങ്കിൽ, അല്ലെ ഇത് സംബന്ധിച്ച സംഘർഷം പാർലമെന്റിൽ അവസാനിച്ചില്ലെങ്കിൽ ഈ പുസ്തകം വൻ രാഷ്ട്രീയ വിവാദത്തിൽ പോകും. കാരണം പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞാൽ, അല്ലെ അത്തരം പുസ്തകം ആരോപിച്ചു കഴിഞ്ഞാൽ, അല്ലെ പെൻഗ്വിൻ തങ്ങളുടേതല്ല എന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ അത് സംബന്ധിച്ച കൂടുതൽ നിയമ പ്രശ്നങ്ങളിലേക്ക് പോകും. കാരണം രാഹുൽ ഗാന്ധിയെ അടക്കം ചോദ്യം ചെയ്യേണ്ടി വരും. ആ തരത്തിലേക്ക് കരവണിനെ ചോദ്യം ചെയ്യേണ്ടി വരും. ആ തരത്തിലേക്ക് പോലീസ് അന്വേഷണം ഈ വിഷയത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന പ്രശ്നം എന്നാൽ അത് രാഷ്ട്രീയ വിവാദമാണ്. രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി തന്നെ കേസിൽ ഉൾപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് വളരെ വലിയൊരു വിവാദത്തിലേക്ക്, രാഷ്ട്രീയ പ്രശ്നത്തിലേക്ക് മാറും. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ വൈകിട്ട് രാഹുൽ ഗാന്ധി സ്പീക്കറുമായിട്ട് ചർച്ച നടത്തിയത്. ഈ പ്രശ്നത്തിൽ സർക്കാരിനും ഈ പ്രശ്നം അതായത് ലോക്സഭാ മരവിപ്പ് അല്ലെ ലോക്സഭാ സ്തംഭനം അവസാനിക്കണമെന്നുണ്ട്. രാഹുൽ ഗാന്ധിയെ പ്രസംഗിക്കണം, രാഹുൽ ഗാന്ധി ബജറ്റ് വിഷയത്തിൽ പ്രസംഗിക്കാൻ അനുവദിക്കും, നരവണയുടെ പുസ്തക കാര്യത്തിൽ പറ്റത്തില്ല എന്നതാണ് സർക്കാർ നിലപാട്. ഇതിലെ ഇന്നും പാർലമെന്റ് പാർട്ടി യോഗം ഇന്ന് തീരുമാനമെടുക്കും. കോൺഗ്രസിന്റെ പാർലമെന്റ് പാർട്ടി 10:30 മണിക്ക് യോഗം ചേരുകയാണ്. അതുകൂടി കൂട്ടി വായിക്കണം സനീഷ് ഈ പുതിയ സംഭവ വികാസങ്ങൾ.